കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതടക്കം ഇടുക്കിക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 11,000 കോടിയുടെ പാക്കേജുകൾ എവിടെ പോയെന്ന് ഇത്തവണ ജില്ലയിൽ എത്തുമ്പോഴെങ്കിലും പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു. 5 വർഷം മുമ്പ് കട്ടപ്പനയിൽ വന്ന് 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ പരിശോധിച്ചാൽ ഇവയെല്ലാം ജലരേഖയാണെന്ന് വ്യക്തമാകുമെന്ന് ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുവാൻ 2021 6 യോഗങ്ങളും 2022 1 യോഗവും 2023 9 യോഗവും ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. തൊഴിലാളി ലയങ്ങളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ തോട്ടം മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ, ആദിവാസി മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ, കായിക മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും യോഗത്തിലുണ്ടായി. പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ആലോചിക്കുവാൻ ജനപ്രതിനിധികളുടെ യോഗവും ചേർന്നു. മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഈ യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരെണ്ണം പോലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. പാക്കേജിനായി പണം നൽകാതെ വെറുതെ പ്രകസന യോഗങ്ങൾ നടത്തുകയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്നും ബിജോ മാണി പറഞ്ഞു. ഓരോ വർഷവും ബജറ്റ് വിഹിതമായി വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന തുകയെ ഇടുക്കി പാക്കേജ് എന്ന പേരിൽ ഇട്ട് ഫണ്ട് അനുവദിക്കുകയല്ലാതെ നയാ പൈസ ഇടുക്കി പാക്കേജിന്റെ പേരിൽ ജില്ലയിൽ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓരോ വർഷവും വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന തുക ഇടുക്കി പാക്കേജിന്റെ പേരിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പാക്കേജിന്റെ നടത്തിപ്പിനും ശമ്പളം നൽകാനുമായി 7 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ആലോചനാ യോഗം നടത്തി ചായ കുടിച്ച് പിരിഞ്ഞതല്ലാതെ പാക്കേജ് പ്രഖ്യാപനം കൊണ്ട് ജില്ലയ്ക്ക് പ്രയോജനം ഉണ്ടായിരുന്നു വ്യക്തം എന്നും ബിജോ മാണി പറഞ്ഞു. പാക്കേജ് പ്രഖ്യാപിച്ച് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് വീണ്ടും കട്ടപ്പന വരുന്ന മുഖ്യമന്ത്രി ഈ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ച ആകെ 11,000 കോടി രൂപ എവിടെ പോയി എന്നുള്ള കാര്യം ജില്ലയിലെ ജനങ്ങളോട് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. വെറും പ്രഖ്യാപനങ്ങൾ നടത്തി സർക്കാർ ഇടുക്കി ജില്ലയെ വഞ്ചിക്കുകയാണെന്ന് ബിജോ മാണി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷം നിർമ്മാണ നിരോധനം അടക്കമുള്ളവ നടപ്പിലാക്കി ഇടുക്കിയെ ദ്രോഹിച്ചു. പരിസ്ഥിതി സംഘടനകളുമായി ഒത്തുകളിച്ച് ജില്ലയിലെ പട്ടയ വിതരണം അട്ടിമറിച്ചു. ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവുകൾ ഇറക്കിയതും പിണറായി സർക്കാരാണെന്നും ബിജോ മാണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.